ഇന്ന് ചക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനു വേണ്ടിയിട്ട് ചക്ക ഇടാൻ പോവാണേ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചക്ക ഉപയോഗിച്ചിട്ട് ചക്ക കൊണ്ട് കൊളസ്ട്രോൾ രോഗികൾക്കും ഷുഗർ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഫൈബർ അടങ്ങിയ ചക്കപ്പൊടി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഈ ചക്ക ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ വിളഞ്ഞൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. ഞാൻ ചക്ക വെട്ടിയാൽ പല വഴിക്ക് പോകും, അതുകൊണ്ടാണ് ഞാൻ വെട്ടാതിരുന്നത്. ഇപ്പം മൊത്തം ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയിട്ടുണ്ട്. ഇനി അതിലുള്ള വിളഞ്ഞും ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇനി ഓരോ കഷ്ണത്തിൽ നിന്നും ചുളകൾ ഇരിഞ്ഞെടുക്കാം. വേനൽക്കാലമായ ചക്ക കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കുന്നതാണല്ലോ. എന്നാൽ ചക്കപ്പൊടി കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് പലർക്കും അറിയില്ലായിരിക്കും. ചക്ക ഇരിഞ്ഞപ്പോൾ കയ്യിലൊക്കെ വിളഞ്ഞായി. അപ്പോൾ കൂടുതൽ വിളഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുത്തതാണ്. അപ്പം എല്ലാ ചുളയും ഇവിടെ ഇരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുരിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് നല്ല മൂത്ത ചക്കയാണ് കേട്ടോ. മൂത്ത ചക്ക ഉണക്കി പൊടിക്കുമ്പം നല്ല പൊടി കിട്ടും. കൊണ്ടാട്ടത്തിനൊക്കെ അരിയുന്ന പോലെ നമുക്കിതൊന്ന് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇത് അധികം മഞ്ഞ കളർ ഇല്ലാത്ത ചക്കയാണ്. അപ്പോൾ ഷുഗർ രോഗികളൊക്കെ എന്നും ചപ്പാത്തി തന്നെ കഴിക്കുമ്പോൾ അവർക്കൊക്കെ മടുപ്പ് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ഹെൽത്തിയുമാണ്. പിന്നെ മടുപ്പില്ലാത്ത രീതിയിൽ കഴിക്കാനും പറ്റും. അങ്ങനെ മൊത്തം ചുളയും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഈ ചക്ക ഒന്ന് ഇറക്കി ആവിക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം ഞാനിതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ പാത്രത്തിന് സൈഡിൽ 2 പിടി ഉള്ളതുകൊണ്ട് അതിലേക്ക് ഇറങ്ങി നിൽക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ആവി നല്ലപോലെ കയറും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരിഞ്ഞ ചക്ക നേരെ ഉണക്കിയാലും മതി. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കാലം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി ആവിയിൽ വെന്തതിനെ നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്കിത് ഊറ്റിയെടുക്കാം. അടുത്ത പാത്രത്തിലെ ചക്കയും നമുക്ക് ഇതേ രീതിയിൽ മാറ്റി കൊടുക്കാം. വെന്തതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ 2 പാത്രത്തിലെ ചക്കയും ഞാനിവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒരു 2-3 ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കണം. കൈകൊണ്ട് പൊട്ടിച്ചാൽ പൊട്ടുന്ന രീതിയിലുള്ള ഉണക്കാക്കി മാറ്റണം. അപ്പോൾ ഇതാ ഇവിടെ 3 ദിവസം ഉണങ്ങി നല്ല പോലെ ഉണങ്ങി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ പൊട്ടിച്ചാലൊക്കെ ഇതുപോലെ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചുടാൻ വേണ്ടിയിട്ട് ചുടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊടിച്ചെടുത്തതാണ്. ഇത് മിക്സിൻ്റെ ജാറിൽ ആയതുകൊണ്ട് അത്ര തന്നെ നൈസായിട്ട് കിട്ടില്ല. ഇത് മില്ലിലൊക്കെ പൊടിക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ട് കിട്ടും. അത് ആ പൊടി കൊണ്ട് നമുക്ക് പുട്ടും ദോശയും പത്തിരിയും അങ്ങനെ എല്ലാ ചായക്കടികളും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പല വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ പൊടിച്ച പൊടി കൊണ്ട് കുറച്ച് പുട്ട് ചുടാനാണ് പോകുന്നത്. അപ്പം പുട്ടിന് ഉതിർത്തുന്നത് പോലെ ഉപ്പുവെള്ളത്തിൽ നമുക്ക് ആദ്യം ഇതൊന്ന് നനച്ചെടുക്കാം. ഇതാ നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പുട്ടും കുറ്റിയിൽ ഞാൻ ആവിക്ക് വേവിച്ചെടുക്കുകയാണ്.
കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ അധികം പൊടി എടുത്തിട്ടില്ല, കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് പുട്ടേ ചുടുന്നുള്ളൂ. ഇത് ആവിക്ക് വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇത് വൈകുന്നേരങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ. ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് ദോശയോ പത്തിരിയോ ഒക്കെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചക്കപ്പുട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബാക്കിയുള്ളതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത്ര പുട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നേരത്തെ എടുത്ത കുറച്ച് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്കൊക്കെ ഇത് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.